ഹായ് ഫ്രണ്ട്സ്, രഞ്ജൂസ് മീഡിയ ടെക്കിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു കാപ്പിത്തോട്ടത്തിലാണ്. കാപ്പിത്തോട്ടത്തിലെ വിശേഷങ്ങളെക്കുറിച്ച് ഇവിടുത്തെ കുടുംബനാഥനോട് നമുക്ക് ചോദിക്കാം. മാർച്ച് മാസങ്ങളിലാണ് ഈ കാപ്പി പൂക്കുന്നത്. മാർച്ച് മഴ കിട്ടാണ്. മാർച്ച് ഏപ്രിലോട് കൂടി കാപ്പി പൂത്ത് അതിൽ കായ ഉണ്ടാവുകയാണ്. ഡിസംബർ ജനുവരിയിലാണ് ഇതിൻ്റെ ആദായം എടുക്കുന്നത്. ഇപ്പോൾ കാപ്പി പൂത്ത് നിൽക്കുന്ന സമയമാണ്. ഈ പൂവാണ് നമുക്ക് ഈ കാപ്പിക്കുരുവായിട്ട് മാറുന്നത്. ഇതേ കണ്ട ഒരു പൂവായിട്ട് നിൽക്കുന്നുണ്ടോ, അതാണ് കാപ്പിക്കുരുവായിട്ട് മാറുന്നത്. മഴയുടെ അനുസരിച്ചാണ് ഇത് കിട്ടുന്നുണ്ടോ കാപ്പിക്കുരുവിൻ്റെ. ഇതാണ് കാപ്പി പൂത്ത് നിൽക്കുന്നത്. ഇതാ അത് പൂവാണ്. ഇത് കാപ്പിക്കുരുവായി. അതാണ് കാപ്പിക്കുരു. അതാണ് വളർന്നു വരുന്നത്. അടുത്ത ഡിസംബർ ജനുവരിയിൽ ഇതിൻ്റെ വിളവെടുപ്പ്. ഇതിന് ചെയ്യേണ്ട വളം എന്ന് പറഞ്ഞാൽ ചാണകവും എല്ലുപടിയും കമ്പോസ്റ്റും രാസവളവും അത് നമുക്ക് കൈ കിട്ടുന്ന വളങ്ങൾ ഏത് വേണേലും നമുക്ക് ചെയ്യാം, ഏത് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെയാണ് നമ്മുടെ കൃഷി സൗകര്യങ്ങൾ. പിന്നെ ഇവിടെ കപ്പയുണ്ട്. പിന്നെ ഇതൊരു കൂവയാണ്. നമ്മൾ ഈ സാധനം ഇത് കൂവയെന്ന് പറയും. ഇതിൻ്റെ 1 കിലോ പൊടിക്ക് 1200 രൂപ വിലയുണ്ട്. അത് കൂവപ്പൊടി ഉണ്ടാക്കുന്ന സാധനമാണ്. ഇതാ നമ്മൾ വെള്ളം കുടിക്കാൻ, ഈ സാധനമാണ് വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന. അതിൻ്റെ ചുവട് അവിടെ കിടപ്പുണ്ടല്ലോ. അതിൻ്റെ ആ കായ എടുത്ത് നമ്മൾ ഉണങ്ങി വെക്കും. പച്ചക്കാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അന്നേരം ഉണങ്ങി വെച്ച് കഴിഞ്ഞിട്ട് അത് നമുക്ക് വെള്ളം ഇടാൻ നേരത്തെ 1-2 പീസുകളായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ മൂത്രത്തിക്കല്ലോ മൂത്രം ശുദ്ധിയാകാനും മൂത്രം നല്ല തെളിഞ്ഞു പോകാനും ഉപയോഗിക്കുന്ന അതിൻ്റെ പേരെന്നാന്നറിയും. അതിൻ്റെ പേരെന്നാന്നറിയില്ലേ? അല്ല, അതിൻ്റെ പേര് ഉണ്ടായിരുന്നു. അത് അങ്ങനെയുള്ള സാധനം. അതിൻ്റെ കാര്യങ്ങളുണ്ട്. അതതിൻ്റെ തയ്യാകുന്നതാണ്. ആ കൃഷി നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. കൂവ നമ്മളിവിടെ അരയ്ക്കുന്നുണ്ടായിരിക്കും. ഒരുമാതിരി മഞ്ഞളിൻ്റെ ഒരു മോഡൽ ഇലയാണ് തളുത്ത് വരുന്ന കായാണ്. നമുക്ക് ഇത് ഉണങ്ങിയെടുത്ത് സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് വെള്ളം തിളപ്പിക്കാൻ നേരത്ത് ഇത് കൂടെ ഒരു 3-4 പീസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുക. അപ്പം മൂത്രത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മൂത്രം തെളിയുക. അപ്പം നല്ല നമുക്ക് ശരീരത്തിന് ഗുണകരമായ ഒരു ഔഷധമുള്ള സാധനമാണിത്. അതിൻ്റെ പേരറിയത്തില്ല. അതിൻ്റെ പേര് അതെ. പേര് അത് കേട്ടതിനും അറിയാവുന്നവരെ കമന്റ് ചെയ്യും. ഏതായാലും വന്നതല്ലേ, ഇത് കൂടെ ഒരെണ്ണം കൊണ്ട് അങ്ങ് നട്ടു വെച്ച് പിടിപ്പിച്ചോ. ഇത് അതിനൊരു പ്രത്യേക സൗകര്യം ഉണ്ടായിക്കോട്ടെ. ഒരു ചോറ് പിടിച്ചാൽ മതി. പിന്നെ ഇഷ്ടം പോലെ ആയിക്കോളും. ഇഷ്ടം പോലെ ആയിക്കോളും. അതിന് വളപ്രയോഗമോ വെള്ളം പിടിക്കാനോ ഒന്നും പോകണ്ട. ഒന്ന് നട്ട് വെച്ചാൽ മതി. നട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും. പിന്നെ സീസൺ ഒരു ഡിസംബർ ജനുവരി ആകുമ്പോഴും പറിക്കാം. ഇത് വലിയ വാഴച്ചോട് പോലെ ആവും. ഇത് നല്ല വളമുള്ളതൊക്കെ നല്ലതാണ്. ഭയങ്കര ചുവടാവും. ഇതൊരു കാട് പോലെ കയറി പിടിക്കുന്ന ഒരു സാധനമാണ്. നട്ട് വെച്ചാൽ അതിന് ചുമ്മാ ഒന്ന് പിടിച്ച് വെച്ചാൽ മതി. ഇപ്പം അത് മഴയൊന്നും നോക്കണ്ട. അത് മത്തിപ്പുളി. മത്തിപ്പുളി എന്നാ പറയുക, ഇതിന് പുളി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഈ പുളി ഇത് പുളിയാ. പിന്നെ മത്തിപ്പുളി എന്നാണ് അറിയപ്പെടുന്നത്. ഒരു പൂവും